നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ ഇപ്പൊ ചെയ്ത കാര്യം അത്രയ്ക്ക് വലുതാണെന്ന് മുത്തശ്ശിക്ക് അറിയാം. എന്നിട്ടും നിന്നോടൊരു നല്ല വാക്ക് പറയാനുള്ള മടി കൊണ്ടാ. സാരല്ലമ്മ, പ്രിയക്കിന് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. സഹിക്കാൻ പറയാനേ അമ്മയ്ക്ക് പറ്റൂ. ഭഗവാനോട് പ്രാർത്ഥിക്കാം, മനസ്സിന് സമാധാനം തരാൻ പറയാം. ഞാൻ ചോദിച്ച കാര്യം അശ്വതിക്ക് മനസ്സിലായോ? ശ്യാമയുടെ മകൾ ജീവിച്ചിരിപ്പുണ്ടോ? എവിടെയെങ്കിലും വെച്ച് കണ്ടിരുന്നോ? ഇല്ല. എന്നോട് കള്ളം പറയരുത്. ശ്യാമയ്ക്ക് ആ കുഞ്ഞിനെ കണ്ടെത്തി കൊടുക്കാൻ വേണ്ടി രാവും പകലും കഷ്ടപ്പെടുന്ന ഒരാളാ ഞാൻ. ശ്യാമയുടെ മകൾ ശ്രീകൃഷ്ണപുരത്തുണ്ടോ? എനിക്കറിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ ശ്യാമ എപ്പോഴേ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു. ശ്യാമയുടെ മനസാക്ഷിയുടെ താക്കോല് നിന്റെ കയ്യിൽ ഭദ്രമാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്നോട് എന്തെങ്കിലും ഒളിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അശ്വതിക്ക് ശരിക്കും അറിയാലോ എന്നെ. ഞാനും നീയും ഇത്ര അടുത്ത് നിൽക്കുന്നത് തന്നെ ശ്യാമ എന്നൊരാള് ഇടയിൽ നിന്നതുകൊണ്ട് മാത്രം. അല്ലായിരുന്നെങ്കിൽ എന്നേ ഞാൻ നിനക്കുള്ള ശിക്ഷ വിധിച്ചേനെ. എത്ര കാലം ഈ രഹസ്യം സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് എനിക്കൊന്നറിയണം. പൊയ്ക്കോ. രഹസ്യങ്ങളുടെ പൂട്ട് ഒന്നുകൂടെ ഭദ്രമാക്കാൻ നോക്കണ്ട. ഞാനത് പൊളിക്കും. ചെല്ല്. എന്തു പറ്റി? ശ്രീകൃഷ്ണപുരത്ത് ഇന്ന് ഞാനൊരു പെൺകുട്ടിയെ കണ്ടു. ശ്യാമയുടെ അതേ രൂപത്തിലുള്ള ഒരു പെൺകുട്ടി. എന്നിട്ട് ഞാൻ അവളെ ഫോളോ ചെയ്തു. അവള് മിസ്സായി. എന്റെ കണക്കുകൂട്ടലുകൾ ശരിയാണെങ്കിൽ ഒന്നുകിൽ ശ്യാമ മകളെ കണ്ടെത്തി കാണും, അല്ലെങ്കിൽ അവള് ജീവിച്ചിരിപ്പുണ്ടെന്ന സത്യം ശ്യാമ അറിഞ്ഞിരിക്കുന്നു. കൊല്ലാൻ ഏൽപ്പിച്ചതല്ലേ ഗൗതമന്. അയാളാണ് ആ കുറ്റം ചെയ്യാൻ നേറ്റത്. അയാൾ അന്നത് ചെയ്തിട്ടില്ലെങ്കിൽ ആ പെൺകുട്ടി ജീവനോടെ ഉണ്ട്. ഗൗതമനെ കണ്ടുപിടിക്കണം, അയാൾ എവിടെയാണെങ്കിലും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.